ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജോവിയൽ ട്രാവലർ. കാശ്മീരിലെ മറ്റൊരു ഏറ്റവും പ്രശസ്തമായതും ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ദാൽ തടാകത്തിലെ ബോട്ട് യാത്ര. ഞങ്ങൾ ബോട്ട് യാത്രയ്ക്ക് പോവുകയാണ്. തീർച്ചയായും നമ്മൾക്കൊക്കെ കാശ്മീർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക ദാൽ തടാകത്തെപ്പറ്റി തന്നെയാണ്. ഇത് തടാകത്തിലെ ഫോട്ടോഗ്രാഫേഴ്സാണ്. നമ്മൾ സ്വയം ഫോട്ടോ എടുക്കുന്നത് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം നമ്മൾ അവരെ വിളിക്കുന്നില്ലല്ലോ. കാശ്മീരിന്റെ കിരീടത്തിലെ മാണിക്യക്കല്ല് എന്നാണ് ദാൽ തടാകം അറിയപ്പെടുന്നത്. ഷിക്കാര എന്നാണ് മരം കൊണ്ടുണ്ടാക്കിയ ഈ ബോട്ടുകളെ വിളിക്കുന്നത്. 4 പേർക്കാണ് ഒരേ സമയം ഈ ബോട്ടിൽ കയറാവുന്നത് സാധാരണ ബോട്ടുകളിൽ. ചുറ്റുപാടും മലകൾക്ക് അഭിമുഖമായി നിൽക്കുന്ന ഈ ദാൽ ലേക്കിൻ്റെ വിസ്തീർണം ഏകദേശം 18 സ്ക്വയർ കിലോമീറ്ററാണ്. തണുപ്പ് കാലത്ത് ഇവിടെ ടെമ്പറേച്ചർ -11 ഡിഗ്രി വരെ ആവാറുണ്ട്. അപ്പോൾ ഈ വെള്ളം തണുത്തുറച്ച് ഐസാവാറുണ്ട്. ദാൽ തടാകത്തിന് അഭിമുഖമായിട്ടാണ് ശ്രീ ശങ്കരാചാര്യ മലയും മലയിലുള്ള ശ്രീ ശിവക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ബോട്ടിൽ കയറുമ്പോൾ തന്നെ തടാകത്തിലെ കച്ചവടക്കാർ നമ്മളെ വന്ന് പൊതിയും. മാല, വള ഇങ്ങനെയുള്ള ആഭരണങ്ങളും ഫ്രൂട്ട്സുകളും ഒക്കെ കൊണ്ട് അവർ വന്ന് നമ്മളെ പൊതിയും. മാത്രമല്ല ഇവിടെ ഏറ്റവും അധികം കാണുന്നത് കുങ്കുമപ്പൂ വിൽക്കുന്ന കച്ചവടക്കാരെയാണ്. കുങ്കുമപ്പൂ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 1 ഗ്രാമിന് 100 രൂപ മുതൽ 400 രൂപ വരെ ഇവിടെ കുങ്കുമപ്പൂ വിൽക്കുന്നുണ്ട്. കുങ്കുമപ്പൂ കച്ചവടക്കാരൻ വന്ന് ആ കുങ്കുമപ്പൂ ഒരു കപ്പിൽ ഉരച്ച് അതിൻ്റെ ഒറിജിനാലിറ്റിയൊക്കെ അയാളെ കാണിച്ചു തന്നു. മണപ്പിച്ച് നോക്കാൻ പറഞ്ഞു. നമ്മൾക്കറിയാമോ ഇതിൻ്റെ മണം എന്താണെന്ന്. എനിവേ പുള്ളി ഞങ്ങളും വാങ്ങിച്ചു പുള്ളിയുടെ അടുത്ത് നിന്ന് 100 രൂപ 1 ഗ്രാമിനായിട്ട് 3 പാക്കറ്റ്. ഇങ്ങനെ അവർ കണ്ടിന്യൂസ് ആയി നമ്മളെ ചുറ്റിക്കൊണ്ടേയിരിക്കും ഈ കച്ചവടക്കാർ. മാത്രമല്ല ഞങ്ങളുടെ കപ്പിത്താൻ ഞങ്ങളെ പാട്ടുപാടി രസിപ്പിക്കുന്നുമുണ്ടായിരുന്നു. ഹിന്ദി പാട്ടുപാടി കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങേര് ഹിന്ദി പാട്ട് പാടാൻ തുടങ്ങി. 4 പേർക്ക് 1 മണിക്കൂർ ഷിക്കാരയിൽ കറങ്ങാൻ 800 രൂപയാണ് അവർ വാങ്ങിക്കുന്നത്. ശ്രീനഗറിൽ എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ ദാൽ ലേക്ക് കൊണ്ട് ജീവിക്കുന്നത്. മാത്രമല്ല ഇവിടെ നിന്ന് മീൻ പിടിച്ച് ജീവിക്കുന്നവരും ഈ ലേക്കിന് ചുറ്റും ജീവിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ കപ്പിത്താൻ ഞങ്ങളെ ഹിന്ദി പാട്ടുപാടി സന്തോഷിപ്പിക്കുകയാണ്. ടൂറിസം കഴിഞ്ഞാൽ മത്സ്യബന്ധനം തന്നെയാണ് ദാൽ ലേക്കിൽ നിന്നും ഇതിനു ചുറ്റുമുള്ള ജനങ്ങളുടെ പ്രധാന വരുമാനം. കാശ്മീരിലെ പ്രശസ്തമായ 2 മുഗൾ ഗാർഡൻസ് ഷാലിമാർ ബാഗും നിഷാദ് ബാഗും സ്ഥിതി ചെയ്യുന്നത് ദാൽ ലേക്കിന്റെ കരയിലാണ്. മാത്രമല്ല ശ്രീനഗറിലെ പ്രശസ്തമായ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ് ഗാർഡനും സ്ഥിതി ചെയ്യുന്നത് ദാൽ തടാകത്തിന്റെ അരികിലായിട്ടാണ്. ശ്രീനഗർ നഗരത്തിന്റെ മധ്യത്തിലായിട്ടാണ് ദാൽ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ശ്രീനഗർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഏകദേശം 17 കിലോമീറ്ററാണ് ദാൽ ലേക്കിലേക്കുള്ള ദൂരം. ട്രെയിൻ വഴി പോവുകയാണെങ്കിൽ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 14 കിലോമീറ്റർ ഉണ്ട് ദാൽ ലേക്കിലെത്താൻ. ബൈ റോഡാണെങ്കിൽ ലാൽ ചൗക്കിൽ നിന്നും ഏകദേശം 5 കിലോമീറ്ററാണ് ദാൽ തടാകത്തിലേക്കുള്ള ദൂരം. ഇവിടുത്തെ സൂര്യാസ്തമനം കാണാനും വളരെ രസമാണ്.